ഏവരും കാത്തിരിക്കുന്ന വഖഫ് ഭേദഗതി ബില്ലിന്റെ ആദ്യ കടമ്പ കടന്നു എന്ന് തന്നെ പറയേണ്ടി വരും. രാജ്യസഭ ഈ റിപ്പോർട്ട് അംഗീകരിച്ചിരിക്കുന്നു. വഖഫ് JPC റിപ്പോർട്ട് രാജ്യസഭ അംഗീകരിച്ചിരിക്കുന്നു. പ്രതിപക്ഷത്തിന്റെ വലിയ ബഹളങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും നടുവിലാണ് രാജ്യസഭാ അധ്യക്ഷൻ ജഗദീഷ് ധൻഖർ ഈ റിപ്പോർട്ട് അംഗീകരിച്ചത്. ഏതായാലും വലിയ ബഹളങ്ങൾ തന്നെയാണ് രാജ്യസഭയിലും ലോക്സഭയിലും നടക്കുന്നത്. രാജ്യസഭ 11:30 വരെ നിർത്തിവച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ലോക്സഭ 2 മണിക്ക് ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇനി ബില്ല് പാസ്സാക്കി എടുക്കുക എന്നൊരു കർത്തവ്യത്തിലേക്ക് മാത്രമാണ് ഇനി കടക്കാനുള്ളത്. ലോക്സഭയിൽ സംബന്ധിച്ച് NDAക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് അവിടെ കടന്ന് കയറാൻ എളുപ്പവുമാണ്. ഇനി രാജ്യസഭയിലും ഇത് പാസ്സാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ വലിയ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. ഇതിനിടയിൽ കേരളത്തിൽ നിന്നുള്ള MP-മാർ രാവിലെ സഭ സമ്മേളിച്ചുടൻ തന്നെ പാർലമെന്റിന്റെ കവാടത്തിൽ വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടൊരു ധർണ നടത്തുന്നു. അതായത് ഒരുപക്ഷെ ഈ വഖഫ് ബിൽ അവതരിപ്പിക്കുമ്പോൾ സഭയിൽ തങ്ങളില്ലായിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണോ എന്നറിയില്ല. ഏതായാലും അവർ ഒരു തന്ത്രപരമായ ഒരു സമീപനമായിട്ട് തന്നെ വേണം ഇതിനെ കാണാൻ. കരിമണൽ ഖനനത്തിൻ്റെ എതിരെയും ഒപ്പം തന്നെ വന്യജീവി ആക്രമണത്തിലുമൊക്കെ പ്രതിഷേധിച്ചുകൊണ്ടാണ് കേരളത്തിൻ്റെ MP-മാർ ഇവിടെ പ്രവേശന കവാടത്തിൽ പാർലമെൻറ്റിൻ്റെ കവാടത്തിൽ ഈ പ്രതിഷേധ പരിപാടികൾ നടത്തുന്നത്. നമുക്കറിയാം കേരള നിയമസഭ ഈ വഖഫ് ബില്ലിനെ സംയുക്തമായി തന്നെ എതിർത്ത് പ്രമേയം പാസ്സാക്കിയ നിയമസഭയാണ്. കോൺഗ്രസും LDFും എല്ലാം ഒറ്റക്കെട്ടായി നിന്നതാണ്. പാർലമെൻറ്റിലും രാജ്യസഭയിലും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ നഖശികാന്തം ഇതിനെ എതിർക്കുകയാണ്. ഇപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ പാർട്ടികളൊക്കെ തന്നെയാണ് എതിർപ്പ് ഉയർത്തി രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും ആദ്യ കടമ്പ കടന്നു. ഇന്ന് നമ്മുടെ പാർലമെന്റ് സെഷന്റെ ഫസ്റ്റ് സെഷൻ ഇന്ന് അവസാനിക്കുകയാണ്. അതിന് മുൻപ് ഇത് പാസ്സാകുമോ അതോ ഇനി നെക്സ്റ്റ് സെഷൻ ഉണ്ട്, അതായത് മാർച്ച് 10-നാണ് ആരംഭിക്കുന്നത്, അപ്പോഴത്തേക്ക് ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഒരു അവ്യക്തത നിലനിൽക്കുന്നത്. പക്ഷേ ബഹുഭൂരിപക്ഷം ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സഭാ കാലാവധി ഈ സെഷൻ, അതായത് ഇന്ന് വൈകുന്നേരം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഇത് പാസ്സാകും എന്ന ചില വാർത്തകളും പുറത്തു വരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.